ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ക്രോഷ്യ പ്രോഡക്റ്റ്സ് നിങ്ങൾക്കും ഉണ്ടാക്കണോ? എന്നാൽ നമുക്കിന്ന് കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് പഠിച്ചെടുത്താലോ? ആദ്യം ഞാൻ നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചൂണ്ടുവിരലിൽ ഇതുപോലെ ഞാൻ കേട്ടോ യാണിനെ കറക്കിയെടുത്ത് ഒരു ക്രോസ് രീതിയിൽ, എന്നിട്ട് ഒന്നിൻ്റെ അടിയിൽ കൂടെ മറ്റൊന്നിനെ വലിച്ചെടുക്കുമ്പോൾ ഇതുപോലെ സ്ലിപ്പ് നോട്ട് കിട്ടും. ഇതിലാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ യാണിനെ ഹുക്കിൽ കറക്കിയെടുത്ത് യാൺ ഓവർ ചെയ്തെടുക്കുക കേട്ടോ, തൊട്ട് മുന്നത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതുപോലെ വി ഷേപ്പിലെ മുകളിലുള്ള സ്റ്റിച്ചിൽ മാത്രമാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹുക്കിൽ യാണിനെ ഒന്ന് കറക്കി എടുത്തിട്ട് ആ മുകളിൽ സ്റ്റിച്ചിനുള്ളിലൂടെ യാണിനെ കടത്തി വിടണം. എന്നിട്ട് യാൺ ഓവർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 3 സ്റ്റിച്ചാണ് കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ എല്ലാ 3 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ യാൺ ഓവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഹാഫ് ഡബിൾ ക്രോഷ്യ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ഹുക്കിൽ യാണിനെ കറക്കി എടുത്ത് സ്റ്റിച്ചിനുള്ളിലൂടെ എടുക്കുമ്പോൾ 3 സ്റ്റിച്ചാണ് ഹുക്കിൽ കിട്ടുക. എന്നിട്ട് എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്യുമ്പോൾ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ശരിയായി. ഇനി ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, സെയിം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചിൽ ഇതുപോലെ 3 എണ്ണല്ലേ കിട്ടുക. അതിലെ ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ യാൺ ഓവർ ചെയ്തെടുക്കും. അപ്പോൾ വീണ്ടും 2 എണ്ണമാണ് നമുക്ക് ഹുക്കിൽ കിട്ടുന്നത്, 2 സ്റ്റിച്ച്. അതിൻ്റെ ഉള്ളിൽ കൂടെ എഗെയിൻ നമ്മൾ യാൺ ഓവർ ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് കേട്ടോ. ഒന്നുകൂടെ ചെയ്യാം. യാണിനെ നമ്മൾ പുറത്തെടുത്തു. അപ്പം നമുക്ക് 3 സ്റ്റിച്ച് കിട്ടി. എന്നിട്ട് ആദ്യത്തെ 2 സ്റ്റിച്ചിനുള്ളിലൂടെ യാൺ ഓവർ ചെയ്തെടുക്കണം. അപ്പോൾ ഹുക്കിൽ 2 സ്റ്റിച്ച് വരും. എഗെയിൻ ആ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്തെടുക്കും. ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൂടെ ലൈക്ക് ചെയ്യാനും.